ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 29-ഉം 30-ഉം തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ജനങ്ങൾ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് എന്താണ് നീ പ്രവർത്തിക്കുക? എന്തടയാളമാണ് നീ ചെയ്യുക? സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ യേശുനാഥൻ പ്രവർത്തിക്കുന്ന അടയാളങ്ങളാണോ? ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യത്തെയും പരിശുദ്ധ കുർബാനയിൽ വൈദികൻ കൂദാശവചനങ്ങൾ ഉരുടുമ്പോൾ അപ്പത്തിനും വീഞ്ഞിനും സംഭവിക്കുന്ന വസ്തുഭേദത്തെയും അതുപോലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ സാധുതയെയും ചോദ്യം ചെയ്യുന്ന, സംശയിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തൻ്റെ ദൈവികതയെ നിരന്തരം സംശയിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിനുള്ള അടയാളമായിട്ടാണ് തന്നെ ജീവൻ്റെ അപ്പമാക്കി പകുത്തു നൽകുന്ന പരിശുദ്ധ കുർബാന യേശുനാഥൻ സ്ഥാപിച്ചത്. അങ്ങനെയെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും യേശുനാഥൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങളായി നമുക്ക് കണക്കാക്കാം. ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുള്ളത് AD 780 ഇറ്റലിയിലെ ലാൻസാനോ എന്ന സ്ഥലത്താണ്. വിശുദ്ധ ലോഞ്ചിനിയൂസിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബ്രസീലിയൻ ആശ്രമത്തിലാണ് ഈ അത്ഭുതം സംഭവിക്കുക. ആരായിരിക്കാം പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ സംശയിച്ചിട്ടുണ്ടാവുക? അത് മറ്റാരുമായിരുന്നില്ല, അവിടെ ബലിയർപ്പിച്ചിരുന്ന വൈദികൻ തന്നെയായിരുന്നു. കുദാശവചനങ്ങൾ ഉരുവിടുമ്പോൾ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരക്തങ്ങളായി മാറുന്നുണ്ടോ എന്ന സംശയത്തോടു കൂടിയായിരുന്നു അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ അങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുദാശവചനങ്ങൾ ഉരുവിട്ടതിന് ശേഷം ആ അപ്പവും വീഞ്ഞും നയനങ്ങൾക്ക് ദൃശ്യമാവും വിധം ഈശോയുടെ തിരുശരീരക്തങ്ങളായി മാറുകയുണ്ടായി. തിരുശരീരത്തിൽ കാണപ്പെട്ട തിരുരക്തം പിന്നീട് ഈശോയുടെ 5 തിരുമുറിവുകളെ സൂചിപ്പിക്കും വിധം 5 രക്തക്കട്ടകളായി മാറുകയുണ്ടായി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1970-കളിൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ശാസ്ത്രീയമായി ഈ തിരുശരീരക്തങ്ങളെ പഠിക്കുന്നതിനുള്ള അനുമതി നൽകുകയുണ്ടായി. തുടർന്ന് ലോകാരോഗ്യ സംഘടനയും പ്രാഗൽഭ്യം നിറഞ്ഞ ഒരുപാട് ഡോക്ടേഴ്സും ഇത് ശാസ്ത്രീയമായി പഠിക്കുകയുണ്ടായി. അവരുടെ കണ്ടെത്തലുകൾ ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. അതിപ്രകാരമായിരുന്നു, ഇത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കാണുന്ന മയോകാർഡിയം കോശങ്ങളാണ്. ആ കോശങ്ങളിൽ കാണപ്പെടുന്ന രക്തം AB ഗ്രൂപ്പിൽപ്പെട്ട രക്തമായിരുന്നു. അവരെല്ലാം വിസ്മയിപ്പിച്ച ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് 1200 വർഷങ്ങൾക്ക് ശേഷവും ഈ മാംസത്തിൽ അഴുകലിൻ്റെതായ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. സ്നേഹമുള്ളവരെ, ഇതോടൊപ്പം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക 1996-ൽ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കൂടിയാണ്. ഫാദർ അലജാൻഡ്രോ പെസ്റ്റ് ആയിരുന്നു ആ ഇടവകയിലെ വികാരിയച്ഛൻ. പതിവ് കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ സ്വീകരിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ദിവ്യകാരുണ്യം കണ്ടെത്തുകയുണ്ടായി. അത് വേണ്ട വിധത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു വെള്ളം നിറച്ച പാത്രത്തിൽ അദ്ദേഹം വയ്ക്കുകയുണ്ടായി. 2 ദിവസങ്ങൾക്ക് ശേഷം പാത്രം തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് തിരുരക്തത്തോടു കൂടിയ ഒരു മാംസ കഷണമായിരുന്നു. ഉടൻ തന്നെ ബ്യൂണസ് അയേഴ്സിലെ സഹായമെത്രാനായ ജോർജ് മാരിയോ ബെർഗോളിയെ അദ്ദേഹം വിവരമറിയിക്കുന്നുണ്ട്. ജോർജ് മാരിയോ ബെർഗോളിയോ നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അത് നമുക്ക് ഏറെ പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അന്നത്തെ അവിടുത്തെ സഹായമെത്രാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അത് പരിശോധിക്കുമ്പോൾ അതൊരു പൂർണ്ണ മാംസകഷ്ണമായി മാറിയിരുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം സഹായമെത്രാനായ ജോർജ് മാരിയോ ബെർഗോളിയോ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, അത് ശാസ്ത്രീയ പഠനങ്ങൾക്കായി അയക്കുകയുണ്ടായി. അന്നത്തെ പ്രശസ്ത ഫോറൻസിക് സർജനായ ഡോക്ടർ ഫെഡറിക് ആയിരുന്നു ഈ പഠനങ്ങൾ നടത്തിയത്. എന്നാൽ അദ്ദേഹത്തോട് ഇതൊരു ദിവ്യകാരുണ്യം മാംസകഷ്ണമായി മാറിയതാണെന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വെളിപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ആഴമേറിയ പഠനങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഇപ്രകാരമായിരുന്നു. അത് ഒരു മനുഷ്യ വ്യക്തിയുടെ ഹൃദയത്തിൽ കാണുന്ന മയോകാർഡിയം കോശങ്ങളാണ്. കുറെ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ മനുഷ്യഹൃദയത്തിൻ്റെ
ഇടതുഭാഗത്ത് വെൻട്രിക്കിളിൻ്റെ അടുത്തായി വാൽവിനോട് ചേർന്ന് കാണപ്പെടുന്ന കോശങ്ങളാണ്. ഈ കോശങ്ങളാണ് ഹൃദയമിടിപ്പിന് സഹായിക്കുന്നതും അങ്ങനെ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും. അത് AB ഗ്രൂപ്പിൽപ്പെട്ട ഒരാളുടെ മാംസ കോശങ്ങളായിരുന്നു. മറ്റൊരു കൗതുകരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഈ മാംസ കോശങ്ങളിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം ശരീരത്തിന് വെളിയിലെടുക്കുകയാണെങ്കിൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസിന് ജീവിച്ചിരിക്കുക സാധ്യമല്ല. എന്നാൽ ഈ കോശങ്ങളിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ സാന്നിധ്യം ആ ഹൃദയം ജീവനുണ്ട് എന്ന വസ്തുതയ്ക്കാണ് അടിവരയിടുന്നത്. അദ്ദേഹം മറ്റൊരു കണ്ടെത്തൽ കൂടി കണ്ടെത്തുകയുണ്ടായിരുന്നു. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആ മാംസകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അതായത് ആ വ്യക്തിയുടെ ഹൃദയത്തിന് മാരകമായ ഒരു മുറിവോ ആക്രമണമോ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം എന്ന നിഗമനം കൂടിയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. ഈ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ഡോക്ടർ ഫെഡറിക്കിന് ഒരു സംശയമാണ് ഉണ്ടായിരുന്നത്. 1996 മരിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുള്ള കോശങ്ങൾ 3 വർഷങ്ങൾക്ക് ശേഷം 1999 പരിശോധനയ്ക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് അത് ജീവനോടുകൂടി ഇരിക്കുക? തുടർന്നാണ് അതൊരു പരിശുദ്ധ ദിവ്യകാരുണ്യമായിരുന്നുവെന്നും ആ ദിവ്യകാരുണ്യം മാംസകഷ്ണമായി മാറിയതുമാണെന്നുള്ള വിവരങ്ങൾ ഡോക്ടർ ഫെഡറിക്കിനോട് പറയുക. വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും നിർവചിക്കാനാവാത്ത വലിയൊരു അത്ഭുതമായി ഡോക്ടർ ഫെഡറിക് ഇതിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിനും വീഞ്ഞിനും സംഭവിക്കുന്ന വസ്തുഭേദം കത്തോലിക്ക സഭയുടെ കൃത്രിമമാണെന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുമുള്ള അടയാളമാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും. ദിവ്യകാരുണ്യ ഈശോയെ ഏറെ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ദിവ്യകാരുണ്യമായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.